ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലത്തെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ രാവിലെ 6 മണിയപ്പോൾ എഴുന്നേറ്റു. വെക്കേഷനായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത്. ഇത്രയും ദിവസം രാവിലെ എണീക്കാൻ ലൈറ്റ് ആവാറുണ്ട്. രാത്രി കിടക്കുമ്പോൾ എന്നും വിചാരിക്കും രാവിലെ നേരത്തെ എണീക്കണമെന്ന്. പക്ഷേ അറിയാറില്ല കേട്ടോ. ഇന്ന് എന്തോ നേരത്തെ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ഫ്രണ്ടിലെ ഡോറൊക്കെ തുറന്നിട്ടു. അപ്പോൾ എന്താ പറയുക, ചെടികളൊക്കെ നല്ല വിടർന്ന് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഞാൻ പിന്നെ വേഗം തന്നെ കർട്ടനൊക്കെ പൊക്കി നമ്മുടെ ദിവാങ്കോട്ടൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഞാൻ വേഗം ബ്രഷ് ചെയ്യാൻ നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ ഏരിയ ആണ് കേട്ടോ ഈ ഭാഗം. കിച്ചണും ഡൈനിങ്ങും വാഷ് ബേസൊക്കെ ഒരു ഹോളിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ വേഗം ബ്രഷ് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ നമ്മുടെ ബോഗൺ വില്ലകളൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ കലത്തീസ് എന്തോ ഈ ചെടിക്ക് എന്താ പേര് പറയാൻ എനിക്ക് അറിയില്ല കേട്ടോ. കലാത്തീസ്ന്നോ അങ്ങനെ എന്തോ അല്ലേ പറയുക. അപ്പോൾ അതൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് നേരം നിന്നിരുന്നതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ പണികളിലേക്ക് നിന്നിട്ടോ. കഴിഞ്ഞ ദിവസം പിന്നെ കുറച്ച് കുപ്പികളും പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. മാസം അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ബോട്ടിൽസൊക്കെ കാലിയായി തുടങ്ങും കേട്ടോ. ഫസ്റ്റ് വീക്കിലാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് വരാറ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അല്ലാതെ ഒരുവിധമൊക്കെ കാലിയായിട്ടുണ്ടാകും. കഴുകി കമഴ്ത്തി വെച്ചതാട്ടോ. ഇനി വാങ്ങിക്കൊണ്ടുവന്നത് നേരെ അതിലേക്ക് ആക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് കഴുകി വെച്ചതൊക്കെ ഞാനത് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ കുപ്പികളും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് രാവിലെ ഒരു 6-10 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അമ്പാടി ഇങ്ങനെ എണീറ്റിട്ടുണ്ട്. അവനെ എണീറ്റിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് അവനിടയിലൊന്ന് പോയിട്ട് അവനെ നോക്കി സെറ്റാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഒന്നും കൂടെ ഉറങ്ങിയപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വന്നിട്ട് ബോട്ടിൽസൊക്കെ തുടച്ച് വെക്കാൻ കേട്ടോ. ഇനി തുടച്ചതൊക്കെ ഞാൻ ഷെൽഫിൽ കൊണ്ടുവച്ചു. പിന്നെ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളാണ്. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്, വെള്ളം പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ പാത്രങ്ങൾ കഴുകി വെച്ചത് അതും അതിൻ്റെതായ സ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഈ സിങ്കിൻ്റെ അവിടെ എന്തോ ചെറിയൊരു ലീക്ക് ഉണ്ട് കേട്ടോ. പൈപ്പിനൊന്നും അല്ല ലീക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ എന്തോ വെള്ളം ഇന്നലെ ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഇന്നലെ പുറത്തുനിന്നാണ് കേട്ടോ കഴുകിയിട്ട് പിന്നെ രാത്രിനൊക്കെ എടുത്ത് വെച്ചു. പിന്നെ രാത്രി കഴിച്ച പാത്രങ്ങൾ മാത്രമാണ് കേട്ടോ കഴുകിയിട്ട് ഇവിടെ ട്രേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലീക്കൊന്നുമില്ല, ചെറുതായിട്ട് ജസ്റ്റ് ചെറിയൊരു ലീക്ക് ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാനത് ഒരുപാട് പാത്രം ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴുകിയിട്ട് പുറത്തെ കൊട്ടത്തളത്തുനിന്നാണ് കഴുകി വെച്ചത്. അപ്പോൾ അത് വീണ്ടും അമ്പാടി എണീറ്റ് വന്നിട്ടാണ്. എണീറ്റ് വന്ന ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. അപ്പോൾ അവന് TV കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ TV ഇട്ടിട്ട് അവിടെ ലിവിങ്ങിൽ കൊണ്ടിരുത്തിട്ടു. അപ്പോൾ പിന്നെ അലക്കാനുള്ളത് ഞാൻ വേഗം പോയി മെഷീനിൽ രാവിലെ തന്നെ കൊണ്ടിട്ടു. പിന്നെ അവന് TV കണ്ടിരിക്കുന്നുണ്ട്. എംഫോടെക്കിൻ്റെ കട്ട ഫാനാണ് കേട്ടോ. ഫുൾ ടൈം എംഫോടെക്കിൻ്റെ വീഡിയോസ് മാത്രമേ അവൻ കാണുള്ളൂ. ജിയോ മച്ചാനും പറഞ്ഞിട്ട് അവൻ ഫുൾ വീഡിയോസ് ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടിച്ച് വാരി തുടയ്ക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞ് കുളിച്ച് മതിയല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ കുളി കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടെ ഈ ഒരു ചൂട് സമയത്ത് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വയർത്ത് ഒലിക്കുക. അപ്പോൾ പിന്നെ അടിക്കലും തുടയ്ക്കലും കൂടെ നേരത്തെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി നിൽക്കേണ്ടല്ലോ എന്ന് കരുതി രാവിലെ തന്നെ ഞാൻ അടിച്ച് വാരി തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പാടി അവിടെ കിടന്ന് TV കാണുന്നുണ്ട്. ഞാൻ അപ്പോൾ വേഗം അടിച്ചു വരട്ടോ. സിറ്റ് ഔട്ട് ഞാൻ ആദ്യം അടിച്ച് വാരി എന്നിട്ടാണ് കേട്ടോ ഞാൻ ഹാൾ അടിച്ച് വാരുന്നത്. പിന്നെ മക്കൾ കിടക്കുന്ന റൂം ഞാൻ രണ്ടും പോയിട്ട് അടിച്ച് വാരി. അപ്പോൾ ലൈറ്റ് ഇടാതെ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് അടിച്ച് വാരിയത്. അപ്പോൾ അവരെ ഉറങ്ങല്ലേ, സച്ചുട്ടനും കിച്ചു നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ കിച്ചു ഇപ്പോൾ 5ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. സച്ചുട്ടൻ UKG കഴിഞ്ഞിരിക്കുകയാണ്. സച്ചുട്ടനെ 1ാം ക്ലാസ്സിലേക്ക് ചേർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അമ്പാടിനെ LKGയിൽ ചേർത്തണം. അപ്പോൾ 3 പേര് ഈ വർഷം തൊട്ടിട്ട് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു കോച്ചിങ്ങിനൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ അതിൻ്റെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തിയപ്പോൾ ഞാനിതാക്കണം വെണ്ണീറിലൊക്കെ വാരി വെക്കുകയാണ് കേട്ടോ. വെണ്ണീറൊക്കെ രാവിലെ തന്നെ വേഗം വാരി വെച്ചു. പിന്നെ അടുക്കളയുടെ സൈഡാണ് കേട്ടോ. നമ്മുടെ അടുക്കളേൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വേറൊരു വീടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുസ്ലിംസിൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുക്കളേൻ്റെ ഇവിടെ സ്റ്റെപ്പുമ്മിൽ ഇരുന്നിട്ട് ഞാനും ആ സ്റ്റെപ്പുമ്മിൽ അവൾ ഇരുന്നിട്ട് ഞങ്ങൾ ഫുൾ ടൈം സംസാരിക്കും കേട്ടോ. പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അകത്തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ വേഗം മുറ്റൊക്കെ നടിച്ച് വാരിയതിന് ശേഷം ഞാൻ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടയ്ക്കാനുള്ളിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ചതാണ്. പക്ഷേ അതെനിക്ക് പാളി നന്നായിട്ട് പതഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഞാനത് കളഞ്ഞിട്ട് രണ്ടാമതും വെള്ളം എടുത്തു. പിന്നെ വേഗം സിറ്റ് ഔട്ട് തുടച്ചിട്ടു. ആദ്യം സിറ്റ് ഔട്ട് അങ്ങോട്ട് തുടച്ചിട്ട് സ്റ്റെപ്പൊക്കെ തുടച്ചിടും. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ അടിക്കട്ടെ ഞാൻ. അത് കഴിഞ്ഞ് ലിവിങ്ങും തുടയ്ക്കുകയാണ്. എന്നും തുടയ്ക്കാറുണ്ടോ ചോദിച്ചാൽ ഞാൻ എന്നും തുടയ്ക്കും കേട്ടോ. എന്നും തുടച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷനും കൂടി അല്ലേ, 3 പേരും TV കണ്ടിരുന്ന് ഫുഡ് കഴിച്ചാലൊക്കെ അവിടെ അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ അടിച്ച് വാരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി കുളിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ 2 അടുക്കളയിലും ഫ്രണ്ടിൽ ഡോറ് ഞാൻ അടച്ചു വെച്ചിട്ട് വേഗം പോയി കുളിച്ചത്. കാരണം അമ്പാടി ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, മറ്റു 2 ആൾ ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ നായ്ക്കളുടെ ശല്യം നന്നായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഏരിയയിൽ. അപ്പോൾ 2 ഡോറും ആദ്യം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ച് വന്നതിന് ശേഷം വേഗം വിളക്ക് വെക്കുകയാണ് കേട്ടോ.
അപ്പോൾ രാവിലെ തന്നെ വിളക്ക് വെക്കാറ് ഡെയിലി വെക്കാറുണ്ട്. നമ്മൾ 2 നേരം വിളക്ക് വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് പറ്റുന്ന സമയത്താണ് കിച്ചു രാവിലെ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ അവനെ വിളിച്ചുണർത്തും കേട്ടോ. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ കിടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും ഒരു 9:30-10 മണിയാവും 2 പേരും എഴുന്നേൽക്കുമ്പോഴത്തേക്കിന്. അമ്പാടി ആണെങ്കിൽ നേരത്തെ എണീറ്റ് വരുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചു, വിളക്ക് വെച്ചു, കുറച്ച് നേരം വെള്ളം കുടിച്ചിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഇത്ര നേരമായിട്ട് ഒരു ഗ്ലാസ് പോലും ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് അമ്പാടിനെ കുറച്ച് നേരം കളിപ്പം ജിയോൻ്റെ ഇപ്പം അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ തേൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോനെ പറ്റി എനിക്ക് കാണിച്ചു അമ്മ തേനീച്ച എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ അവനോട് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അവനിനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അവന് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ തീ പിടിപ്പിച്ചിട്ടോ. തീ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ കുടിവെള്ളമാണ് കേട്ടോ വെക്കാറുള്ളത്. എന്നും ഞാൻ രാവിലെ ചുക്കുവെള്ളം ഒരു കലത്തിൽ ചുക്കുവെള്ളം വെച്ചിട്ട് ഞാൻ ബാക്കി പണികൾ എടുക്കാറുള്ളൂ. അപ്പോൾ വെള്ളത്തിന് നന്നായിട്ട് ക്ഷാമമാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമാണ് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിലാക്കി വെക്കാറ് ബോട്ടിൽസിൽ. അങ്ങനെ തീയൊക്കെ പിടിച്ച് വേഗം കത്തിയിട്ടപ്പോൾ നല്ല ചൂടും വെയിലൊക്കെ കണ്ട് വിറകൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിറകൊന്നും അട്ടിച്ച് വെക്കാനുള്ള സ്ഥലം നമുക്കില്ല കേട്ടോ. നമുക്ക് മുറ്റം കുറവാണ്. അപ്പോൾ അമ്പാടി അതിൻ്റെ ഇടയിൽ വന്നിട്ട് ബിസ്ക്കറ്റ് തരാട്ടോ. ഇന്നലെ വാങ്ങിച്ച ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് അവൻ പോയി. അവൻ പിന്നെ വീണ്ടും TV കാണാൻ പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇതാക്കണു കുടിവെള്ളത്തിന് വെച്ചു. അപ്പോൾ ഇന്ന് നൂൽപുട്ടും കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ നൂൽപുട്ട് എന്നുണ്ടോ പറയുക, ചില ഭാഗത്ത് ഇടിയപ്പം എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ ഈ ഏരിയയിൽ നൂൽപുട്ട് എന്നാണ് പറയാറ്. അപ്പോൾ നൂൽപുട്ടിന് വെള്ളം കെറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറണ്ട് ഇല്ലാതെ തോന്നുന്നു. അപ്പോൾ ഇൻവെർട്ടറിൽ കെറ്റിൽ ഓൺ ആവുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം പിന്നെ ഈ കുടിവെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അത് തന്നെ എടുത്തിട്ട് നൂൽപുട്ടിനുള്ളത് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം കിഴങ്ങ് കറിക്കുള്ളത് ഞാൻ കുക്കറിൽ ആക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ കിഴങ്ങും സവാളയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അത് ഗ്യാസിന്മേൽ കൊണ്ടുവച്ചിട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ അവിടെയൊക്കെ തുടച്ചെടുക്കണം. ഈ ചകിരിയുടെ തൊപ്പൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തു. പിന്നെ അരിപ്പൊടി ഞാൻ വാട്ടുകയാണ് കേട്ടോ. അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്, ചൂടായി വരുന്നുള്ളൂ. പിന്നെ ഞാൻ വേഗം ഇതാക്കണം കുക്കറിൽ നമ്മുടെ ഓപ്പൺ കിച്ചണിൽ അധികം കുക്ക് ചെയ്യാതിരിക്കാവും നല്ലത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാൻ വലിച്ച് വാരിയിട്ട് എനിക്കാണെങ്കിൽ വലിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം വെക്കേഷൻ അല്ലേ, ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാവധാനം ഫുഡ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വിറകിൽ അടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സമയവും ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചായക്ക് വെള്ളം വെച്ച് ഞാൻ ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പം അമ്പാടി അതിൻ്റെ ഇടയിൽ വന്നിട്ട് സച്ചുനെയും കിച്ചുനെയും വിളിച്ച് ഉണർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ 2 പേരും എഴുന്നേൽക്കുന്നില്ല. അതിൻ്റെ പരാതി പറയാനാണ് കേട്ടോ എന്നോട് വന്നത്. താട്ടന്മാരെ എണീക്കണില്ല, അമ്മ അവരെ വിളിച്ച് ഉണർത്തുന്നുണ്ട് പറയുന്നത്. കിഴങ്ങറി വേണ്ടേ? പിന്നെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ട് അവർ 2 ചെവിയും പൊത്തുകയാണ് കേട്ടോ. അമ്മ അതൊന്ന് ഓഫ് ചെയ്യും, എനിക്ക് തലവേദനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ അവിടെ കുറച്ച് നേരം അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് അവൻ ആ സ്പൂണൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചു. ഞാൻ പിന്നെ നൂൽപുട്ടിന് കുഴക്കട്ടെ. അപ്പോൾ ചില സമയത്ത് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് പൊടി അതിലിട്ട് വാട്ടും. അങ്ങനെ വാട്ടി കഴിഞ്ഞാൽ പത്തിരി ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ നൂൽപുട്ടിന് കുഴയ്ക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടിക്ക് വിഷം തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അമ്മ ചായ ആയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരത്തെ അവൻ എഴുന്നേക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങിൽ നിന്നത്. അപ്പോൾ പിന്നെ നൂൽപുട്ടിനുള്ളത് ഞാൻ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കുടിവെള്ളം തിളച്ചു, അത് മാറ്റി വെച്ചു. പിന്നെ നൂൽപുട്ടിനുള്ളത് അടുപ്പിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് 2 ഇഡ്ഡലി തട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ഗ്യാസുമ്മേലും വെക്കും, ഒന്ന് ഇതിലും വെക്കും കേട്ടോ. രണ്ടും സെയിം ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ തന്നെയാണ്. പിന്നെ വേഗം ഒരു ഉരുള ഞാൻ വേഗം കുഴച്ചെടുക്കട്ടെ. നല്ല ചൂടുണ്ട്. അപ്പോൾ തണുത്ത വെള്ളം കൂട്ടിയിട്ട് ഞാൻ വേഗം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം അവനെ വേഗം കുളിപ്പിച്ച് അവന് ഫുഡ് കൊടുത്താലുള്ളൂ എനിക്ക് ബാക്കി ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇഡ്ഡലി തട്ടിലൊക്കെ ഓയിലൊക്കെ ആക്കിയിട്ട് ഞാൻ ഒരു ട്രിപ്പിനുള്ളത് ഞാൻ വേഗം കുഴച്ചെടുത്തു. നല്ല ചൂടാറി വരുന്നുള്ളൂ കേട്ടോ. നല്ല ചൂടുണ്ട്. ഇപ്പം നമ്മൾ വാട്ടി വെച്ചിട്ടല്ലേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ നിർബന്ധമാണ് കേട്ടോ. നമുക്ക് രാവിലെ കഞ്ഞിയൊന്നും മക്കൾക്ക് പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ടായിരിക്കും അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഫുഡ് കൊടുത്താൽ കഴിക്കാൻ നല്ല മടിയായിരുന്നു 3 പേർക്കും. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഞങ്ങൾക്ക് 4 പേർക്കാണെങ്കിൽ അത്യാവശ്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു 10 മണിക്കും ചിലപ്പോൾ ഇത് നൂൽപുട്ട് തന്നെ ആയിരിക്കും ചോദിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അവർ 10 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും ചോദിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ട്രിപ്പ് അതിൽ വെച്ചിട്ടോ. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ നൂൽപുട്ട് ഇങ്ങനെ പീച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കത് കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ശക്തിയൊക്കെ വെച്ചിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അവിടെ വെച്ചു. പിന്നെ അമ്പാടിനെ ഞാൻ വേഗം കുളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ എണ്ണ തേപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമ്പാടിക്ക് നന്നായിട്ട് ചൂടുകുരു ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ കിച്ചുനും സച്ചുനും ചൂട് പൊട്ടിയിട്ടില്ല. അമ്പാടിക്ക് മൂക്കിലും നെറ്റിയിലും മൊത്തം ചൂടായിട്ടുണ്ട് കേട്ടോ അമ്പാടിക്ക് കുരുക്കൾ. അപ്പോൾ നമ്മൾ നൈസിലിൻ്റെ പൗഡർ വാങ്ങി അവന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ
അവൻ്റെ ഒരു സമാധാനത്തിന് ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വെളിച്ചെണ്ണ 1 ലിറ്ററിൻ്റെ വെളിച്ചെണ്ണ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ആട്ടിയത് ഞാൻ കൊണ്ടുവന്നു. ഇപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ എനിക്ക് ഇവിടെ ഏട്ടൻ്റെ അമ്മയും തന്നിട്ട് വന്നു. ഇവിടെ നമുക്ക് തെങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തേങ്ങയും വെളിച്ചെണ്ണയും നമുക്ക് ഈ 2 വീട്ടിൽ നിന്നുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അങ്ങനെ അമ്പാടിൻ്റെ ദേഹത്തും കയ്യിലും കാലിലൊക്കെ ഞാൻ വെളിച്ചെണ്ണ ആക്കിയിട്ട് പിന്നെ അവനെ കുളിപ്പിച്ചെടുക്കാൻ പോകട്ടോ. അപ്പോഴാണ് അവൻ എന്നോട് പറയണം, അമ്മ ഞാൻ പല്ല് തേച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഞാനും ആ കാര്യം വിട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു കൂട് ബിസ്ക്കറ്റൊക്കെ അവന് തിന്ന് കഴിഞ്ഞിന് പല്ലൊന്നും തേക്കാതെ. ഞാനും തന്നെ ഈ പല്ലിൻ്റെ ഇടയിൽ അവൻ പല്ല് തേച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പല്ല് തേപ്പിച്ചതുമില്ല. അപ്പോൾ മറന്നു പോയിരുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം അവനെ പല്ല് തേപ്പിച്ചിട്ട് ഇനി കുളിപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ കിച്ചു എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. അവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൻ ബാത്റൂമിൽ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കായതുകൊണ്ടാണ് അവൻ ഫ്രണ്ടിലേക്ക് വരാത്തത്. അവൻ കുപ്പായിട്ടിട്ടില്ല. അപ്പോൾ അവൻ ബാത്റൂമിൽ കയറിയിട്ടുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വേഗം അമ്പാടീനെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ സച്ചൂട്ടൻ നല്ല ഉറക്കമാണ്, അവൻ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അമ്പാടിനെ വേഗം കുളിപ്പിച്ചെടുത്തിട്ട് വേണം ഇനി അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ. അപ്പോൾ ലൈറ്റ് ഇടാൻ അവൻ തന്നെ ലൈറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അവനെ അമ്പാടിനെ കുളിപ്പിച്ചു. പിന്നെ അവൻ വേഗം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എന്നെ നോക്കും, ഞാൻ വീഡിയോ എടുക്കുന്ന അവൻ കാണുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ആൾ പുളിയാവാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൻ എന്താ പറയുക, അപ്പോൾ അവന് ഞാൻ കൂടിയിട്ട് കൊടുത്തപ്പോൾ അവന് ഭസ്മാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അവനോട് പറയാം എനിക്ക് ഇതല്ല വേണ്ടത്, മഞ്ഞയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് നമ്മുടെ കളഭത്തിനാണ് പറയേണ്ടത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ല ഇങ്ങനെ തോർത്തുകൊണ്ട് കൊണ്ട് കാണിക്കുന്നത്. അത് കിച്ചു കാണിക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത്. കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ഇങ്ങനത്തെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ കുളിപ്പിക്കുന്നത് ഞാനാണ് അവനെ. അപ്പം ഞാൻ അവൻ്റെത് കാണുന്നില്ല. ഇപ്പോൾ ട്രൗസർ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ കാണുന്നതിനാണ് അവന് ഭയങ്കര നാണക്കേട്. അങ്ങനെ അവന് വേഗം ഡ്രസ്സൊക്കെ മാറ്റിച്ച് അപ്പോൾ ചീർപ്പ് തരട്ട് കാണുന്നില്ല, എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ കളപ്പൊക്കെ ചാലിച്ച് അവന് തൊട്ട് കൊടുത്ത് അവൻ അപ്പം അങ്ങനെ ടി വിയിൽ സോഫയിൽ പോയിരുന്നു. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൂൽപുട്ട് വേഗം പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. ഇനി അപ്പോഴത്തേക്ക് ഞാൻ വേഗം ബാക്കിയുള്ളതും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തു. ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടായിരുന്നു. അത് കുഴച്ചെടുത്തിട്ട് ഇനി 2 തട്ടിലും കൂടി നൂൽപുട്ട് പീച്ചിട്ട് അടുപ്പിൽ വെച്ച് അത് കത്തിച്ച് പോട്ടെ. അപ്പോഴത്തേക്ക് അമ്പാടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കണം. ആ സമയം കൊണ്ട് ഇത് വെന്ത് വരുമല്ലോ. അപ്പോഴത്തേക്ക് കിച്ചുവിൻ്റെ കുളിയും കഴിയും. അങ്ങനെ ഞാൻ വേഗത കൊണ്ട് 2 തട്ടിലുള്ള നൂൽപുട്ട് പീച്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു ഞാൻ നല്ല ഈസി ആയിട്ട് നൂൽപുട്ട് പീച്ചിട്ടുണ്ട്. ഫസ്റ്റൊക്കെ എനിക്ക് നൂൽപുട്ട് പീച്ചാൻ ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഞാനിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാറില്ല. എന്നാൽ എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പത്തിരിയും കടലക്കറിയും അല്ലെങ്കിൽ പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം എനിക്ക് നൂൽപുട്ടിൻ്റെ ഈ പാത്രം തന്നെ പിടിക്കാനായിട്ട് ആദ്യം എനിക്ക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തോ കയ്യിലതിങ്ങനെ നിൽക്കില്ലായിരുന്നു. എനിക്കിങ്ങനെ കയ്യിൽ നിന്ന് വഴുതി പോകുമായിരുന്നു. ഇപ്പോൾ അത് ഓക്കെ ആയി. അപ്പോഴാണ് കുക്കറിൽ നല്ല കറി ഞാൻ വറവിട്ടുണ്ടായിരുന്നില്ല. അതും ഞാൻ വേഗം തന്നെ വറവിട്ടു. ചായയും ചൂടാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പാടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കിച്ചു എഴുന്നേറ്റ് വന്ന് അവൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്പാടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കണം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി സച്ചുട്ടനെ എഴുന്നേൽപ്പിക്കണം, ചായ കൊടുക്കണം, പിന്നെ എനിക്ക് ചായ കുടിക്കണം, പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.